രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തെ ഇനിയും കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തം. സ്വാഭാവികമായും തൊട്ടടുത്ത നിമിഷം താങ്കൾ പറയും കോൺഗ്രസ് നടപടി സ്വീകരിച്ച് പുറത്ത് നിർത്തിയിരിക്കുന്നു എന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രചാരണ മുഖം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വി.കെ. ശ്രീകണ്ഠൻ എം.പി. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ല എന്നതുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്താണോ പുറത്താണോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രചരിപ്പിക്കുന്ന ആയും ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ്. ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കേസെടുക്കണമെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ നിശ്ചയിക്കാൻ ഇപ്പോൾ ഈ പോലീസ് സംവിധാനത്തിന്, ആ അന്വേഷണ സംഘത്തിന് കഴിയും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ കേസെടുക്കാം, അല്ലെങ്കിൽ യുക്തമായ നടപടികൾ സ്വീകരിക്കാം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന, ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്ന ഈ പാർട്ടി അതിൻ്റെ 140 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ ധാർമ്മികത അങ്ങേയറ്റം അത് വളരെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന, എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശ്വാസത്തെയായാലും അവരുടെ വികാരത്തെയായാലും വ്രണപ്പെടുത്താതെ എല്ലാ മനുഷ്യരോടും സഹവർത്തിത്വം കാത്തു സൂക്ഷിക്കുന്ന, ധാർമ്മികതയുടെ അങ്ങേയറ്റം അതിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒരു പഴയ സംഭവത്തെ വീണ്ടും കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെയുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഈ സർക്കാരിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തെയും അല്ലെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങളെയും ഒരു ഘട്ടത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു തരത്തിലെങ്കിലും മറച്ചു വയ്ക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായതുകൊണ്ടാണല്ലോ രാഹുലിന് വീണ്ടും കോൺഗ്രസിന്റെ വേദികളിൽ പങ്കെടുക്കാനാകുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കാനാകുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ നിലയിൽ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ വീണ്ടും ഈ വിഷയം വരുമ്പോൾ കോൺഗ്രസിന് വീണ്ടും മറുപടി പറയേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. നോക്കൂ, അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല, കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങൾ ഇത് ഈ രാഷ്ട്രീയമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മറ്റു വിഷയങ്ങളിൽ നിന്നും മാറുവാൻ വേണ്ടി ബോധപൂർവം ചമയ്ക്കുന്ന ഒരു സംഭവമായിട്ടേ നമുക്കിതിനെ കരുതാനാകൂ. കാരണം അധികാരം നിങ്ങളുടെ കയ്യിലാണ്, CPM-ൻ്റെ പക്കലാണ്, അന്വേഷണ ഏജൻസികൾ അവരുടെ പക്കലാണ്. തെളിവ് ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടർ നടപടികൾ സ്വീകരിക്കാം. അതേ തുടർന്ന് സംഘടന അതിൻ്റേതായ യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വത്തിലുള്ളവർ പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ചയുടെ ആവശ്യം തന്നെ ഉരുത്തിരിയുന്നത് എന്തിനാണ്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെയുള്ള ജനാധിപത്യ ധ്വംസനം നടപടികൾ, ഇതൊന്നും സമൂഹത്തിൽ ചർച്ചയാകരുത് എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്?